ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ ഹോമോജീനിയസ് ലീനിയർ ODE ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ODE സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഹയർ ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡറിന്റെ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ ഹോമോജീനിയസ് ലീനിയർ ODEയുടെ ജനറൽ ആയിട്ടുള്ള ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. y ഡബിൾ ഡാഷ് p ഓഫ് x y ഡാഷ് പ്ലസ് q ഓഫ് x y is equal to r ഓഫ് x. ഓക്കെ, ഇതാണ് നോൺ ഹോമോജീനിയസ്. നോൺ ഹോമോജീനിയസിന്റെ റൈറ്റ് സൈഡ് എന്താണ്? ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ടേം ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ സൊല്യൂഷന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഫോർമാറ്റ് എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു CF പ്ലസ് PI, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനെ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷനെ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന YC എന്ന് സൂചിപ്പിക്കുന്നു, പർട്ടിക്കുലർ ഇന്റഗ്രലിനെ YP എന്ന് സൂചിപ്പിക്കുന്നു. എഴുതാനുള്ള എളുപ്പത്തിനാണ് YP YC. അപ്പോൾ YC എവിടെ കണ്ടാലും നിങ്ങൾ എന്താ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ കാണുന്നത്? നമ്മൾ ഹോമോജീനിയസ് ചെയ്തിട്ടില്ലേ? എന്താണ് എം സ്ക്വയർ പ്ലസ് എം മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിട്ട് എമ്മിന്റെ വാല്യൂ, ആ സംഭവമാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണുന്നു, അതിനുശേഷം നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. ഇവിടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്ന പുതിയ സംഭവമാണ്. പർട്ടിക്കുലർ ഇന്റഗ്രലിൽ നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് കുറെ ടേംസ് പല പല ടേംസുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രയൽ സൊല്യൂഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ ട്രയൽ സൊല്യൂഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ നമ്മുടെ ഉത്തരം കറക്റ്റ് ആവുകയുള്ളൂ. ട്രയൽ സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ഓരോ ആർ ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ ആണ് നോക്കുന്നത്. YP കാണാനുള്ളതാണ്. YPയുടെ ആണ്. അപ്പൊ ആർ ഓഫ് എക്സ് എഴുതുന്നു, അതിന് ട്രയൽ സൊല്യൂഷൻ. നിങ്ങളുടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് K ആയാൽ നിങ്ങളുടെ YP എന്ന് പറയുന്നത് A ആയിരിക്കും. ട്രയൽ സൊല്യൂഷൻ YP ആയിട്ട് എടുക്കേണ്ടത്. ഇനി എക്സ് ആണെങ്കിൽ YP എന്താകും? ട്രയൽ സൊല്യൂഷൻ YP AX പ്ലസ് B ആകും. എക്സ് സ്ക്വയർ ആകുമ്പോഴോ YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആകുമ്പോൾ AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ആകും. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ എക്സ് ക്യൂബ് ആകുമ്പോഴോ ട്രയൽ സൊല്യൂഷൻ YP എന്ന് പറഞ്ഞാൽ എന്താകും? AX ക്യൂബ് പ്ലസ് BX സ്ക്വയർ പ്ലസ് CX പ്ലസ് B. നിങ്ങൾ നോക്കി, YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX പ്ലസ് B ആണ്. എക്സ് സ്ക്വയർ ആകുമ്പോൾ ഒരു എക്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ A ഇൻറ്റു എക്സ് സ്ക്വയർ ആയി പ്ലസ് BX ആയി പ്ലസ് ഒരു കോൺസ്റ്റന്റ് C കൂടെ കൊടുക്കുന്നു. എക്സ് ക്യൂബ് ആകുമ്പോൾ എന്താ? എക്സ് സ്ക്വയറിന്റെ ടൈമിന്റെ കൂടെ ഒരു എക്സും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ AX സ്ക്വയർ എന്നുള്ളത് AX ക്യൂബ് ആയി പ്ലസ് BX എന്നുള്ള BX സ്ക്വയർ ആയി പ്ലസ് C എന്നുള്ളതിന്റെ അവിടെ CX ആയി പ്ലസ് ഒരു ഡിയും കൂടെ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ട്രയൽ സൊല്യൂഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ് റൈസ് ടു എന്നിന്റെ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എക്സെട്ര നമുക്ക് എക്സ് റൈസ് ടു എന്നിന്റെ നമ്മൾ ജനറലി നമുക്ക് എഴുതാൻ പറ്റും. YP ഈസ് ഈക്വൽ ടു AX റൈസ് ടു N പ്ലസ് BX റൈസ് ടു N മൈനസ് 1 പ്ലസ് CX റൈസ് ടു N മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് N എന്ന് എഴുതാം. ഓക്കെ, മാക്സിമം എക്സ് സ്ക്വയർ അല്ലെ എക്സ് ക്യൂബ്, അത്രയും വരെ വരത്തുള്ളൂ. ഇനി അടുത്തത്, ഇനി നമ്മുടെ നോൺ ഹോമോജീനിയസ് ലീനിയർ ODEയുടെ RHSന്റെ സൈഡിൽ K e റൈസ് ടു AX എന്ന് പറയുന്ന ഫോമിലാണ്, അതായത് e റൈസ് ടു 3x അല്ലെങ്കിൽ e റൈസ് ടു 2x അങ്ങനെയുള്ള എന്തെങ്കിലും ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ YP എന്ന് പറയുന്നത് എന്താണ്? A e റൈസ് ടു AX ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തത് എന്താ വരുന്നത്? K സൈൻ BX അല്ലെങ്കിൽ ഇട്ടിട്ട് K കോസ് BX, ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് വന്നാൽ, ഈ രണ്ട് ഫോർമാറ്റിൽ ഏതെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടിനും സെയിം ആണ് ട്രയൽ സൊല്യൂഷൻ. YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A കോസ് BX പ്ലസ് B സൈൻ BX ആയിരിക്കും. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ സ്മോൾ b എന്ന് പറയുന്നത് നോക്കുക, സൈൻ BX ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ സൈൻ 3x എന്ന് തരുവാണെങ്കിൽ YP എന്തായിരിക്കും? A കോസ് 3x പ്ലസ് B സൈൻ 3x ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ്? K e റൈസ് ടു AX കോസ് BX അല്ലെങ്കിൽ K e റൈസ് ടു AX സൈൻ BX, ഈ ഒരു ഫോമിലാണെങ്കിലോ YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e റൈസ് ടു AX A
കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ബോർഡിൽ എഴുതിയേക്കുന്ന ഈ ട്രയൽ സൊല്യൂഷൻ എല്ലാം നിങ്ങളൊരു പേജിൽ ഇതേപോലെ എഴുതണം. എന്നിട്ട് ഈ ട്രയൽ സൊല്യൂഷൻസ് നമുക്ക് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റിലൂടെയാണ് നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നത്. അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ വിട്ടുപോയതാണ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. ഇതേപോലെ തന്നെ മറ്റൊരു മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉണ്ട്. അത് ഞാൻ ആ പഠിപ്പിക്കുന്ന സമയത്ത് പറയാം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ, സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് മൈനസ് 12y is equal to 3e raised to 5x. സൊല്യൂഷൻ. ആദ്യം നമുക്ക് ഈ എന്താണ് ഒരു നോൺ ഹോമോജീനിയസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RHSന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു ടേം ഉണ്ട്. നമ്മൾ നേരത്തെ ഹോമോജീനിയസിന്റെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മതി, RHSന്റെ സൈഡിൽ 0 ആയിരിക്കും. അതായത് ഹോമോജീനിയസ് ആയിരുന്നെങ്കിൽ y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 4y ഡാഷ് മൈനസ് 12y is equal to 0 അങ്ങനെ ഒരു ഫോമിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ എന്താണ്, ഇതൊരു നോൺ ഹോമോജീനിയസ് ആണ്. R of x എന്ന് പറയുന്ന ടേം ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ കാണുക എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരുന്നത്, yc പ്ലസ് yp ആണ്. yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്, ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ AE എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്സിലറി ഇക്വേഷൻ ഷോർട്ട് ആക്കിയാണ് AE എന്ന് പറയുന്നത്. ഓക്സിലറി ഇക്വേഷൻ എന്താ ഇവിടെ വരുന്നത്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ m സ്ക്വയർ മൈനസ് 4m മൈനസ് 12 is equal to 0. എന്നിട്ട് നിങ്ങൾ എന്താണ് എമ്മിന്റെ വാല്യൂ കാണും, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ഹോമോജീനിയസ് ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. റൈറ്റ് സൈഡ് 0 കൊടുത്തിട്ടാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത്, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്, എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് 6ഉം -2 ആണ് കിട്ടുന്നത്. 6ഉം -. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്ത് കിട്ടുന്നു, അതായത് CF is equal to yc. ഓക്കെ, ഞാൻ ഇവിടെ CF-നെ yc എന്ന് എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നത്, ഇത് നമുക്ക് എന്താണ് റൂട്ട് എന്തായിട്ട് 6 - 2 അല്ലേ. അപ്പൊ C1 e raised to 6x പ്ലസ് C2 e raised to -2x എന്ന് കിട്ടും. ഇനി നമുക്ക് yp കാണാമല്ലേ, yp കാണാനായിട്ട് ട്രയൽ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യണ്ടേ. ട്രയൽ സൊല്യൂഷൻ എങ്ങനെ കാണുന്നത്, നമ്മൾ ഇവിടെ നോക്കണം. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്, 3e raised to 5x എന്നല്ലേ കിടക്കുന്നത്. 3e raised to 5x. അപ്പൊ നമ്മൾ തൊട്ട് മുകളിലായിട്ട് കുറെ ട്രയൽ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ k e raised to ax ന്റെ ആ ഒരു ഫോർമാറ്റിലല്ലേ ഇവിടെ കിടക്കുന്നത്. അതിന്റെ ട്രയൽ സൊല്യൂഷൻ എന്തായിരുന്നു, നമ്മൾ അതിന് നേരെ എഴുതിയിട്ടുണ്ടായിരുന്നേ, a e raised to എന്തായിരുന്നു, ax എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് അപ്പൊ എന്ത് എഴുതാം, yp is equal to ക്യാപിറ്റൽ A e raised to ഇവിടെ 5x ആണ്. അപ്പൊ എന്ത് വരും, a e raised to 5x എന്ന് വന്നു. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ സൈഡിലോട്ടൊന്ന് എഴുതുന്നു, ഇവിടെ ഒന്ന് എഴുതുവാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് മൈനസ് 12y is equal to 3e raised to 5x എന്ന ക്വസ്റ്റ്യൻ. ഈ yp is equal to നമുക്ക് എന്താ, a e raised to 5x എന്നാ കിട്ടിയത്. ഓക്കെ, അതായത് ഞാൻ y is equal to എന്ന് പറഞ്ഞിട്ട് താഴെ y is equal to a e raised to 5x എന്ന് എഴുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാൻ എഴുതുന്നത്. yp ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട y ഡബിൾ ഡാഷ് അല്ലേ, അതായത് ഇപ്പൊ y is equal to a e raised to 5x അല്ലേ. അപ്പോൾ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y-നെ 2 തവണ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഉള്ള ടേം നമ്മുടെ ഈ ഇക്വേഷനകത്ത് കൊടുക്കണം. y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, y-നെ 1 തവണ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുള്ള
വാല്യൂ നമ്മൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് കോഎഫിഷ്യന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കാണുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യം y ഡാഷ് കാണുന്നത്. y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിത്ത് റെസ്പെക്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a ഇൻറ്റു ഇ റേസ് ടു 5x ഡെറിവേറ്റീവ് ഇ റേസ് ടു 5x ഇൻറ്റു 5 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 5a ഇ റേസ് ടു 5x എന്ന് കിട്ടുന്നു. y ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു, 5a കോൺസ്റ്റന്റ് ആണ്, ഇ റേസ് ടു 5x ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു 5x ഇൻറ്റു 5 എന്ന് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 25a ഇ റേസ് ടു 5x എന്ന് കിട്ടുന്നു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ക്വസ്റ്റ്യനകത്ത് y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് മൈനസ് 12y ഈസ് ഈക്വൽ ടു 3 ഇ റേസ് ടു 5x കൊടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന സാധനങ്ങളെ കൊടുക്കും. y ഡബിൾ ഡാഷിന് പകരം നമുക്ക് എന്ത് എഴുതാം, 25a ഇ റേസ് ടു 5x എന്ന് എഴുതാം, മൈനസ് 4 ഇൻറ്റു y ഡാഷിന് പകരം എന്ത് എഴുതാം, 5a ഇ റേസ് ടു 5x എന്ന് എഴുതാം. അടുത്തത് മൈനസ് 12 ഇൻറ്റു വൈക്ക് പകരം എന്ത് എഴുതാം, a ഇ റേസ് ടു 5x എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 3 ഇ റേസ് ടു 5x എന്ന് എഴുതാം. ഇനി ഇത് സോൾവ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഒന്ന് സോൾവ് ചെയ്തേ. 25 ഇ റേസ് ടു 5x മൈനസ് 20a ഇ റേസ് ടു 5x മൈനസ് 12 ഇ റേസ് ടു 5x ഈസ് ഈക്വൽ ടു 3 ഇ റേസ് ടു 5x എന്നാണ് വരുന്നത്. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണമെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഞാൻ നോക്കി, ഇതിനകത്ത് ഈ ഇ റേസ് ടു 5x എന്ന് പറയുന്ന എല്ലാത്തിലും കോമൺ അല്ലേ, അപ്പോൾ അതെടുത്ത് വെളിയിലിടാം. അപ്പോൾ ഇ റേസ് ടു 5x എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ 25a മൈനസ് 20a മൈനസ് 12 ഈസ് ഈക്വൽ ടു 3 ഇ റേസ് ടു 5x എന്ന് വരുന്നു. ഈ ഇ റേസ് ടു 5x ഇ റേസ് ടു 5x വെട്ടിപ്പോയി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 25a മൈനസ് 20a എന്താണ്, 5a. 5a മൈനസ് 12a എന്താണ്, മൈനസ് 7a. അപ്പോൾ മൈനസ് 7a ഈസിക്കൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 3 എന്ന് കിട്ടും. ഇതിൽ നിന്നും a ഈസിക്കൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, മൈനസ് 3/7. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ട്രയൽ സൊല്യൂഷൻ എന്തായിരുന്നു, മുകളിൽ എടുത്തിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ y p ഈസിക്കൽ എന്തായിരുന്നു, ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, a ഇ റേസ് ടു 5x എന്നല്ലേ, a ഇ റേസ് ടു 5x, a ഇ റേസ് ടു 5x ആയിരുന്നു എടുത്തത്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്താ, മൈനസ് 3/7 ഇ റേസ് ടു 5x. ഇതാണ് y p എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് എഴുതണം, y p പ്ലസ് yc പ്ലസ് y p അല്ലേ. അപ്പോൾ സൊല്യൂഷൻ ഫൈനൽ ആൻസർ y ഈസ് ഈക്വൽ ടു എന്താ, yc പ്ലസ് y p, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനെ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരുന്നു കിട്ടിയത്, c1 ഇ റേസ് ടു 6x പ്ലസ് c2 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് അടുത്ത y p എന്താ കിട്ടിയത്, മൈനസ് 3/7 ഇ റേസ് ടു 5x എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു sin x ആണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ കാണുക എന്ന് പറയുമ്പോൾ ഇതിന് സൊല്യൂഷൻ ആയിട്ട് എന്താ, y ഈസ് ഈക്വൽ ടു yc പ്ലസ് y p അല്ലേ. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനും കാണും, പർട്ടിക്കുലർ ഇന്റഗ്രലും കാണും. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോമോജീനിയസിനകത്ത് ചെയ്യത്തില്ലേ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ച റൂട്ട്, അതേപോലെ തന്നെ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ ഇതിൽ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നു, m² പ്ലസ് m മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് m ഈസ് ഈക്വൽ ടു മൈനസ് 2 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്ത് കിട്ടുന്നു, c1 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് c2 ഇ റേസ് ടു x എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, അടുത്തത് yp വേണം. yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അതെങ്ങനെ കാണാം, ട്രയൽ സൊല്യൂഷൻ വേണ്ടേ, ട്രയൽ സൊല്യൂഷൻ. അപ്പോൾ yp കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് നമ്മുടെ RHSന്റെ സൈഡിൽ എന്താ കിടക്കുന്നത്, sin x ആ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഏതുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ, നമ്മുടെ ട്രയൽ സൊല്യൂഷനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ, k sin bx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രയൽ സൊല്യൂഷൻ എന്താ, yp a cos bx പ്ലസ് ക്യാപിറ്റൽ BA sin bx എന്നല്ലേ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തേ, k sin bx sin x ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ബിയുടെ വാല്യൂ എന്താണ്, 1 അല്ലേ. നോക്കൂ, sin x sin bx, അപ്പോൾ b ന്റെ വാല്യൂ എന്താ, 1 ആണ്. x കോഎഫിഷ്യന്റ് അല്ലേ, x കോഎഫിഷ്യന്റ് 1 അല്ലേ. അപ്പോൾ സ്മോൾ b 1 ആണ്. അപ്പോൾ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ എന്തായി മാറുന്നു, a cos x പ്ലസ് b sin x എന്നായി മാറി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ, ക്വസ്റ്റ്യൻ എന്താ, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു sin x എന്നല്ലേ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ വിളിക്കുന്നു. ഈ 1-നകത്ത് കൊടുക്കണം, ഈ y ഡബിൾ ഡാഷ് y-ന്റെ അവിടെയൊക്കെ കൊടുക്കണം, ടേംസ് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എടുത്ത ട്രയൽ സൊല്യൂഷനെ ഞാൻ y ഈസ് ഈക്വൽ എന്ന് പറഞ്ഞിരുന്നു, y ഈസ് ഈക്വൽ ടു a cos x പ്ലസ് b sin x എന്ന് എഴുതിയിട്ട് ഇതിന്റെ y ഡാഷ് കാണുക, y ഡബിൾ ഡാഷ് കാണുക, എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുക്കുക, എന്നിട്ട് കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എയുടെയും ക്യാപിറ്റൽ ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ y ഡാഷ് കണ്ടേ, അപ്പോൾ a ഇൻറ്റു cos x ഡെറിവേറ്റീവ് എന്താ, മൈനസ് sin x ആണ്,
പ്ലസ് ബി ഇൻറ്റു കോസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണ്. ഇനി വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, വൈ ഡാഷ് കിട്ടിയതിന് നമ്മൾ ഒന്നുകൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു, അപ്പോൾ നമുക്ക് മൈനസ് എ ഇൻറ്റു സൈൻ എക്സിന്റെ എന്താണ് കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു മൈനസ് സൈൻ എക്സ്, അതായത് വൈ ഡബിൾ ഡാഷ് കിട്ടുന്നത് മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് എന്ന് കിട്ടുന്നു. ഇനി ഇപ്പൊ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് പ്ലസ് വൈ ഡാഷ് അല്ലേ, വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈ ഡാഷ് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് മൈനസ് 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എന്തായിരുന്നു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്, ആർ എച്ച് എസിന്റെ സൈഡ് എന്താ വരുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി. അപ്പൊ മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് മൈനസ് 2a കോസ് എക്സ് മൈനസ് 2b സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കോസിന്റെ ടൈമും സൈൻ്റെ ടൈമും സ്പ്ലിറ്റ് ആക്കി എഴുതുക. ഇവിടെ കോസിന്റെ ടൈം ഞാൻ അണ്ടർലൈൻ ചെയ്യുവാണ്. കോസിന്റെ ടൈം വരുന്നു, ഏതൊക്കെയുണ്ട് കോസ്, ഓക്കെ. ഇപ്പൊ കോസിന്റെ ടൈമിന്റെ കോഎഫിഷ്യന്റ് എഴുതുന്നു, മൈനസ് എ അടുത്ത എന്താണ് പ്ലസ് ബി അടുത്ത എന്താണ് മൈനസ് 2a ഇൻറ്റു കോസ് എക്സ് പ്ലസ് 2. ഇനി സൈൻ്റെ ടൈം നോക്കി, അണ്ടർലൈൻ ചെയ്തു യെല്ലോ കളർ, ഓക്കെ. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് എഴുതിക്കേ, മൈനസ് ബി മൈനസ് എ മൈനസ് 2b സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുക്കുന്നു. സോൾവ് ചെയ്ത് മൈനസ് എ മൈനസ് 2a എന്താ മൈനസ് 3a മൈനസ് 3a പ്ലസ് ബി കോസ് എക്സ് പ്ലസ് ഇവിടെ എന്ത് കിട്ടുന്നു, മൈനസ് എ മൈനസ് ബി മൈനസ് 2b എന്താ മൈനസ് 3b സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലേ, സൈൻ എക്സിന്റെ ടൈം കോഎഫിഷ്യന്റ് അല്ല, സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ ടൈം ഉണ്ട്. അപ്പൊ കോസ് എക്സിന്റെ അത് നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു, മൈനസ് 3a പ്ലസ് ബി എ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് സൈൻ എക്സ് കോസ് എക്സിന്റെ ടൈം എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, അപ്പൊ 0 കൊടുക്കുന്നു. സൈൻ എക്സിന്റെ അതോ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ എക്സിന്റെ എന്താണ് കോഎഫിഷ്യന്റ് എന്താണ് മൈനസ് എ മൈനസ് 3b ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ സൈൻ എക്സിന്റെ എന്തെങ്കിലും ഒരു ടൈം ഉണ്ടോ, ഉണ്ട്, ഒരു ടൈം ഉണ്ട്, അപ്പൊ 1. ഇനി നമ്മൾ ഇത് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 9a പ്ലസ് 3b ഇസ് ഈക്വൽ 0 എന്ന് കിട്ടുന്നു അല്ലേ, അതിവിടെ കൊടുക്കുന്നു. മൈനസ് 9a പ്ലസ് 3b ഇസ് ഈക്വൽ 0. ഇത് നമ്മൾ കൂട്ടിക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, മൈനസ് എ മൈനസ് 9a എന്താ മൈനസ് 10a പ്ലസ് ഇതെന്ത് കിട്ടുന്നു, മൈനസ് 3b പ്ലസ് 3b 0 എന്ന് കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അപ്പൊ മൈനസ് 10a ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എ ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു, മൈനസ് 1/10 എന്ന് കിട്ടുന്നു. അപ്പൊ എ ഇസ് ഈക്വൽ ടു മൈനസ് 1/10 കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് ഇക്വേഷൻ നമ്പർ 1 എന്താ മൈനസ് 3a പ്ലസ് ബി ഇസ് ഈക്വൽ 0 അല്ലേ. അപ്പൊ എയുടെ സ്ഥാനത്ത് മൈനസ് 1/10 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, മൈനസ് 3 ഇൻറ്റു മൈനസ് 1/10 പ്ലസ് ബി ഇസ് ഈക്വൽ 0 വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടുന്നു, ബി ഇസ് ഈക്വൽ ടു മൈനസ് 3/10 എന്ന് കിട്ടുന്നു. അപ്പൊ എയും കിട്ടി ബിയും കിട്ടി, എ മൈനസ് 1/10 ബി മൈനസ് 3/10 ആണ്. അപ്പൊ നമ്മൾ എഴുതിയ വൈ പി എന്തായിരുന്നു, എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്നല്ലായിരുന്നോ, ബി സൈൻ എക്സ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കാം, ക്യാപിറ്റൽ എയുടെയും ക്യാപിറ്റൽ ബിയുടെയും. ക്യാപിറ്റൽ എ എന്താണ് മൈനസ് 1/10 കോസ് എക്സ് പ്ലസ് അടുത്ത മൈനസ് 3/10 സൈൻ എക്സ് എന്ന് കിട്ടുന്നു, വൈ പി. ക്ലിയർ. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എഴുതുമ്പോൾ എന്താ വേണ്ടത്, വൈ ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ വൈ സി എന്തായിരുന്നു, C1 e raised to minus 2x പ്ലസ് C2 e raised to x അടുത്ത എന്താ മൈനസ് പ്ലസ് ആണ്, പ്ലസ് മൈനസ് 1/10. അപ്പൊ ഞാൻ മൈനസ് 1/10 കോസ് എക്സ് മൈനസ് 3/10 സൈൻ എക്സ്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ.
അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y is equal using അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. ഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന ക്വസ്റ്റിനകത്ത് തന്നെ തരും കേട്ടോ. സൊല്യൂഷൻ വൈ സി പ്ലസ് വൈ പി ഉണ്ടല്ലോ. അപ്പോൾ വൈ ആണ് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നത്. ഓക്സിലറി ഇക്വേഷൻ എന്താ വരുന്നത്? എം സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു -4, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y കിട്ടുന്നു. കോംപ്ലക്സ് അല്ലേ? അപ്പോൾ e⁻0x ഇൻറ്റു പ്ലസ് c2 sin 2x റേസ്റ്റ് 0x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 അല്ല. c2 sin 2x എന്ന് കിട്ടുന്നു. yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വേണ്ട. ട്രയൽ സൊല്യൂഷൻ എന്താ? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ അല്ലേ ഇവിടെ? എക്സ് സ്ക്വയറിന്റെ ട്രയൽ സൊല്യൂഷൻ എന്തായിരുന്നു? പഠിപ്പിച്ചാണ്. വൈ പി എന്താണ്? ബി എക്സ് എ പ്ലസ് സി എന്നല്ലേ പഠിപ്പിച്ചേ? വൈ ഈസിക്കൽ എന്ന് പറഞ്ഞ് എഴുതുന്നു. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി എന്ന് എഴുതുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡബിൾ ഡാഷ് 4y ഈസിക്കൽ എക്സ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ വൈ ഡാഷ് കാണുന്നു. വൈ ഡാഷ് എന്താണ്? 2ax പ്ലസ് ബി. നമുക്ക് വേണ്ട എന്താണ്? വൈ ഡബിൾ ഡാഷ് വേണ്ട അല്ലേ? നമ്മുടെ ഇക്വേഷൻ 1-നകത്ത് കൊടുക്കാം. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്ത് കിട്ടുന്നു? 2a എന്ന് കിട്ടുന്നു. ഇത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? വൈ ഡബിൾ ഡാഷിന്റെ അവിടെ എന്ത് കിട്ടുന്നു? 2a പ്ലസ് 4 ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് കോഎഫിഷ്യന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ 4ax സ്ക്വയർ പ്ലസ് 4bx പ്ലസ് 4c ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ നോക്കി എന്തൊക്കെ കോഎഫിഷ്യന്റ് ഉണ്ട്? ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് കമ്പയർ ദ കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്. കമ്പയർ ദ കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്. അപ്പോൾ എന്ത് കിട്ടുന്നു? 2a. ആദ്യം നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എഴുതാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇന്നടിയാണ് എക്സിൻ്റെത്, പിന്നെ കോൺസ്റ്റന്റ് ഓരോന്നും നോക്കി എഴുതാം. ഓക്കെ, ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നോക്കി. 4a അല്ലേ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ്? അപ്പോൾ 4a ആണ് ലെഫ്റ്റ് സൈഡിൽ. അത് ഇക്വേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ 1 കൊടുത്തു. ഇതിന് a ഈസിക്കൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 1/. എക്സിന്റെ കോഎഫിഷ്യന്റ് 4b ഉണ്ടല്ലേ? 4b. റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല, അപ്പോൾ 0 കൊടുക്കും. അപ്പോൾ b ഈസിക്കൽ 0 കിട്ടും. കോൺസ്റ്റന്റ് എന്തുണ്ട്? ലെഫ്റ്റ് സൈഡിൽ 2a ഉണ്ട്. ഒരു സൈഡിൽ എന്തെങ്കിലും കോൺസ്റ്റന്റ് ടൈം ഉണ്ടോ? ഇല്ല, അപ്പോൾ 0 കൊടുത്തു. നമുക്ക് എയുടെ വാല്യൂ അറിയാമല്ലോ. എ എന്താണ്? 1/4 അല്ലേ? അപ്പോൾ 2 × 1/4 പ്ലസ് 4c ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതും പോയി വന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? 1/2 പ്ലസ് 4c ഈസ് ഈക്വൽ ടു 0. 4c ഈസ് ഈക്വൽ ടു -1/2, c ഈസ് ഈക്വൽ ടു -1/8 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 2a പ്ലസ് 4c കിട്ടി, ബി കിട്ടി, സി. വൈ പി എന്തായിരുന്നു? വൈ പി ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വൈ പി എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയർ പ്ലസ് ബി എന്താണ്? 0 പ്ലസ് സി എന്താ കിട്ടിയത്? -. അതായത് നമുക്ക് 1/4 എക്സ് സ്ക്വയർ -1/8 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വൈ സി എന്തായിരുന്നു? C1 എഴുതുന്നു. C1 cos 2x പ്ലസ് C2 sin 2x പ്ലസ് ഇതെന്ത് കിട്ടുന്നു? x²/4 -1/8. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ബൈ ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y ഇസിക്കൽ സൈൻ 3x. ഇത് മെയ് 2024 2019 സ്കീമിൽ ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഒരു നോൺ ഹോമോജീനിയസ് ആണ്. അപ്പൊ അതിന്റെ സൊല്യൂഷനകത്ത് എന്തുണ്ട്? yc പ്ലസ് yp അല്ലേ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ കാണാം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാനായിട്ട് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ എന്താ ഇവിടെ? എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 ഈക്വൽ 0. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 3ഉം 1ഉം ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc ഈക്വൽ എന്ത് കിട്ടുന്നു? c1 e റേസ് ടു 3x പ്ലസ് c2 e റേസ് ടു x എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനായിട്ട് yp വേണം അല്ലെ? yp കാണാം അല്ലെ? അപ്പൊ ട്രയൽ സൊല്യൂഷൻ വേണ്ടായോ? അപ്പൊ ട്രയൽ സൊല്യൂഷൻ എങ്ങനെ എടുക്കാം? ഇവിടെ സൈൻ 3x ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറലി പഠിച്ചിട്ടുണ്ടല്ലേ കെ സൈൻ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ബോർഡ് സ്റ്റക്കായി നിൽക്കുവാണേ, ഒന്ന് വെയിറ്റ് ചെയ്യുക. കെ സൈൻ ബി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ട്രയൽ സൊല്യൂഷൻ? yp ഈസ് ഈക്വൽ ടു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. ക്യാപിറ്റൽ ബി ആണ്, ക്യാപിറ്റൽ ബി സൈൻ ബി എക്സ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? സൈൻ 3x ആണ് കിടക്കുന്നത്. അപ്പോൾ സൈൻ 3x സൈൻ ബി എക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ബിയുടെ വാല്യൂ 3 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ട്രയൽ സൊല്യൂഷൻ എന്താ വരുന്നത്? നമ്മുടെ ഇവിടുത്തെ ട്രയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yp ഈസ് ഈക്വൽ ടു എ കോസ് 3x പ്ലസ് ബി സൈൻ 3x എന്നാണ് വരുന്നത്. ക്ലിയർ? ഇത് നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ y ആയിട്ട് നമ്മൾ എടുക്കുന്നു. എ കോസ് 3x പ്ലസ് ബി സൈൻ 3x എന്ന് എടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മൾ സൈഡിലായിട്ടൊന്ന് എഴുതി വെക്കുന്നു. y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു സൈൻ 3x. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഈ 1 കൊടുക്കണം. അപ്പൊ y ഡബിൾ ഡാഷിന്റെ അവിടെയും ടൈമും y ഡാഷിന്റെ അവിടെയൊക്കെ കൊടുക്കാൻ വേണം. അപ്പൊ y ഇസ് ഈക്വൽ ടു എ കോസ് 3x പ്ലസ് ബി സൈൻ 3x ആകുമ്പോൾ y ഡാഷ് എന്ത് വരുന്നു? എ ഇൻറ്റു കോസ് 3xന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 3x ഇൻറ്റു 3a പ്ലസ് ബി ഇൻറ്റു സൈൻ 3xന്റെ എന്താണ്? കോസ് 3x ഇൻറ്റു 3a. ഓക്കെ, കോസ് 3x ഇൻറ്റു 3a. അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് y ഡാഷ് എന്ത് കിട്ടുന്നു? മൈനസ് 3a സൈൻ 3x പ്ലസ് 3b കോസ് 3x എന്നാണ് കിട്ടുന്നത്. ഇനി y ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? മൈനസ് 3a കോൺസ്റ്റന്റ് ആണ്. സൈൻ 3xന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് 3x ഇൻറ്റു 3a പ്ലസ് 3b ഇൻറ്റു കോസ് 3xന്റെ എന്താണ്? മൈനസ് 3x ഇൻറ്റു 3a. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 9a കോസ് 3x മൈനസ് 9ba സൈൻ 3x എന്ന് കിട്ടുന്നു. y ഡബിൾ ഡാഷ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ y ഡാഷും y ഡബിൾ ഡാഷും ഒക്കെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? മൈനസ് 9a കോസ് 3x മൈനസ് 9b സൈൻ 3x മൈനസ് 4 ഇൻറ്റു y ഡാഷിന്റെ അവിടെ എന്ത് കൊടുക്കാം? മൈനസ് 3a സൈൻ 3x പ്ലസ് 3b കോസ് 3x പ്ലസ് 3 ഇൻറ്റു y എന്ന് പറയുന്നത് എന്താണ്? എ കോസ് 3x ബി സൈൻ 3x. എ കോസ് 3x പ്ലസ് ബി സൈൻ 3x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? സൈൻ 3x എന്ന് കിട്ടുന്നു. സൈൻ 3x. ഓക്കെ, ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ, ഇത് നിങ്ങളുടെ സ്ക്രീനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് 9a കോസ് 3x മൈനസ് 9ba സൈൻ 3x മൈനസ് മൈനസും പ്ലസ് ആയിട്ട് 12a എന്ന് വരും അല്ലേ? 12a സൈൻ 3x മൈനസ് വന്നു 12ba കോസ് 3x പ്ലസ് 3a കോസ് 3x പ്ലസ് 3b സൈൻ 3x ഈസ് ഈക്വൽ ടു സൈൻ 3x എന്ന് കിട്ടുന്നു. ഈക്വൽ ടു സൈൻ 3x. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ എയുടെയും
സോറി കോസിന്റെയും കോസ് 3x-ന്റെയും സൈൻ 3x-ന്റെ ടേംസ് ലെഫ്റ്റ് സൈഡിൽ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ കോസ് 3x-ന്റെ ടേം എല്ലാം അണ്ടർലൈൻ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതുന്നു -9a -12ba പ്ലസ് 3a ഇൻറ്റു കോസ് 3x പ്ലസ് അടുത്തത് സൈൻ 3x-ൻ്റെത്. അപ്പൊ എന്ത് കിട്ടുന്നു? കോഎഫിഷ്യന്റ് -9ba പ്ലസ് 12a പ്ലസ് 3ba സൈൻ 3x ഇസ് ഈക്വൽ ടു സൈൻ 3x എന്ന് എഴുതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? -9a പ്ലസ് 3a എന്താ കിട്ടുന്നത്? -6a മൈനസ് 12ba ഇൻറ്റു കോസ് 3x പ്ലസ് ഇതെന്ത് കിട്ടുന്നു? -9ba പ്ലസ് 3b അല്ലേ, അപ്പോൾ -6b കിട്ടുന്നു. അതായത് 12a മൈനസ് 6ba സൈൻ 3x ഇസ് ഈക്വൽ ടു സൈൻ 3x. ഇനി നമ്മൾ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുവാണ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടേംസ്. അപ്പൊ എന്ത് കിട്ടുന്നു? ആദ്യം കോസ് 3x-ന്റെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ -6a മൈനസ് 12b ഈസ് ഈക്വൽ ടു കോസ് 3x-ന്റെ എന്തെങ്കിലും ഉണ്ടോ റൈറ്റ് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുന്നില്ല, അപ്പൊ 0 കൊടുത്തു. സൈൻ 3x-ന്റെ എന്ത് കിട്ടുന്നു? 12a മൈനസ് 6b 12a മൈനസ് 6b ഈസ് ഈക്വൽ ടു ഒരു സൈൻ 3x ഉണ്ട്, അപ്പൊ 1 എന്ന് കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുവാണ്. അതായത് കോസ് 3x-ന്റെ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് സോൾവ് ചെയ്തേ. അപ്പൊ -6a ഇസ് ഈക്വൽ ടു 12b എന്ന് കിട്ടുന്നു. ഇതിൽ നിന്നും നമുക്ക് a ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ -6 എന്താ? -2 അല്ലേ, -2b എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ എന്ത് കിട്ടുന്നു? 12 ഇൻറ്റു -2ba -6ba ഇസ് ഈക്വൽ ടു 1. അപ്പൊ എന്താ കിട്ടുന്നത്? -24ba -6b ഇസ് ഈക്വൽ ടു 1. എന്ത് കിട്ടുന്നു? -30b ഇസ് ഈക്വൽ ടു 1, b ഇസ് ഈക്വൽ ടു -1/13 കിട്ടും. അങ്ങനെയാണെങ്കിൽ b -1/30 കിട്ടുമ്പോൾ a എന്താകുന്നു? a ഇസ് ഈക്വൽ ടു -2b അല്ലേ, അപ്പൊ -2a ഇൻറ്റു -1/30. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ ഇത് വെട്ടിക്കളാം, 15 വന്നില്ലേ, മൈനസ് പ്ലസ് ആയി, അപ്പൊ 1/15 എന്ന് കിട്ടി. അപ്പൊ a എന്ന് പറയുന്നത് 1/15ഉം b എന്ന് പറയുന്നത് -1/13 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ YP എന്താ കിട്ടുന്നത്? a cos 3x പ്ലസ് b sin 3x എന്നല്ലായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ എയുടെ വാല്യൂ എന്താണ്? 1/15. അപ്പോ ഇൻറ്റു കോസ് 3x പ്ലസ് b എന്ന് പറഞ്ഞാൽ -1/30 സൈൻ 3x എന്ന് കിട്ടുന്നു. ഇതാണ് YP. അതായത് 1/15 cos 3x മൈനസ് 1/10 സോറി 1/10 അല്ല 1/30 സൈൻ 3x എന്ന് കിട്ടുന്നു. ഇനിയിപ്പോ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു yc പ്ലസ് yp. yc എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ? yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1 e raised to 3x പ്ലസ് c2 e raised to x പ്ലസ് yp എന്താ ഇപ്പൊ കിട്ടിയത്? 1/50 cos 3x മൈനസ് 1/30 സൈൻ 3x ആണ് കിട്ടിയത്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിൽ കാണുന്ന ആൻസർ ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ചെയ്ത് പഠിക്കണം. ഈ മോഡലിലുള്ളതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുകയുള്ളൂ. പിന്നെ വേറെ മോഡലിലുള്ള ചോദിക്കും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ജൂലൈ 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് യൂസിങ് the method of undetermined coefficient y double dash minus 4y dash plus 4y is equal to 4 sin square x. 4 sin square x. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്
2021 KT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജൂലൈ 2021. സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം. അതിനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ എന്താ ഇവിടെ? y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 4 അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? എം സ്ക്വയർ, ഒന്ന് വെയിറ്റ് ചെയ്യുക, എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് കിട്ടുന്നു? എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ വൈ സി എന്ത് കിട്ടുന്നു? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടുന്നു? C1 പ്ലസ് C2x ഇൻറ്റു e⁻²x എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം, പി ഐ കാണണം. പി ഐ കാണാനായിട്ട് ട്രയൽ സൊല്യൂഷൻ എടുക്കണം. ട്രയൽ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ട്രയൽ സൊല്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 4 sin square x എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രയൽ സൊല്യൂഷൻ അത് ഈ സൈൻ സ്ക്വയർ വരുന്നതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് ഈ സൈൻ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണ്? അപ്പൊ ഞാൻ ആ ടൈം RHSന്റെ പാർട്ട് മാത്രം ഞാൻ ഇവിടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. 4 sin square x എന്നാണ് ഇപ്പൊ കിടക്കുന്നത്. അത് സോൾവ് ചെയ്യാൻ പോവാണേ. 4 ഇൻറ്റു ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് കോസ് 2x/2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഇതും വെട്ടിയിട്ട് ഇവിടെ 2 വന്നു. നമുക്ക് 2 ഇൻറ്റു 1 മൈനസ് കോസ് 2x എന്നായി മാറി. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ RHSന്റെ പാർട്ട് അപ്പൊ എന്തായി മാറുന്നു? R of x ആണ്. R of x എന്തായി മാറുന്നു? ആ 2-നെ അകത്തേക്ക് കയറ്റുമ്പോൾ 2 മൈനസ് 2 കോസ് 2x എന്നാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? 2 മൈനസ് 2 കോസ് 2x. നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനെ മാറും, y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 4y ഈസ് ഈക്വൽ 2 മൈനസ് 2 കോസ് 2x എന്നായി മാറും. ഇനി ഇപ്പൊ 2 മൈനസ് 2 കോസ് 2x ട്രയൽ സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ കോൺസ്റ്റന്റിന്റെ ട്രയൽ സൊല്യൂഷൻ എന്താ? നമ്മൾ ടേബിൾ നോക്കുക. കോൺസ്റ്റന്റ് ടേം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ട്രയൽ സൊല്യൂഷൻ നമ്മൾ a എന്ന് പറഞ്ഞല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയൽ സൊല്യൂഷൻ yp എന്താകുന്നു? a ആയി. ഫസ്റ്റ് ടേം a, അടുത്തത് പ്ലസ്. ഓക്കെ, അടുത്ത എന്താണ്? കോസ് 2x അല്ലേ ട്രയൽ സൊല്യൂഷൻ? കോസ് 2x അപ്പൊ എന്ത് കിട്ടുന്നു? ട്രയൽ സൊല്യൂഷൻ കോസ് 2x ട്രയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b കോസ് 2x പ്ലസ് c സൈൻ 2x എന്ന് കിട്ടുന്നു. y ഈസ് ഈക്വൽ നമുക്ക് അപ്പൊ എന്ത് കിട്ടുന്നു? a പ്ലസ് b കോസ് 2x പ്ലസ് c സൈൻ 2x എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? y ഡബിൾ ഡാഷ് ഇതിനകത്ത് കൊടുക്കണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാനായിട്ട് y ഡാഷ് വേണം. y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോ. b ഇൻറ്റു കോസ് 2x എന്താ? മൈനസ് സൈൻ 2x ഇൻറ്റു 2 പ്ലസ് c ഇൻറ്റു സൈൻ 2x എന്താണ്? കോസ് 2x ഇൻറ്റു 2, അതായത് മൈനസ് 2b സൈൻ 2x പ്ലസ് 2c കോസ് 2x എന്നായി. y ഡബിൾ ഡാഷ് അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് 2b കോൺസ്റ്റന്റ് ആണ്. സൈൻ 2x എന്താണ്? കോസ് 2x ഇൻറ്റു 2 പ്ലസ് 2c ഇൻറ്റു കോസ് 2x എന്താണ്? മൈനസ് സൈൻ 2x ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മൈനസ് 4b കോസ് 2x മൈനസ് 4c സൈൻ 2x എന്ന് കിട്ടുന്നു. y ഡബിൾ ഡാഷ്. ഓക്കെ, ക്ലിയർ? ഇത്രയും ഓക്കെ ആണല്ലോ? മൈനസ് 4b കോസ് 2x മൈനസ് 4c സൈൻ 2x കിട്ടുന്നു. ഇനി ഇക്വേഷൻ നമ്പർ 1 ഇത് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 4b കോസ് 2x മൈനസ് 4c സൈൻ 2x മൈനസ് 4 ഇൻറ്റു y ഡാഷ് എന്നല്ലേ? y ഡാഷ് എന്താ? മൈനസ് 2b സൈൻ 2x പ്ലസ് 2c കോസ് 2x പ്ലസ് 4y അല്ലേ? അപ്പൊ 4 ഇൻറ്റു y എന്താണ്? a പ്ലസ് b കോസ് 2x പ്ലസ് c സൈൻ 2x is equal to 2 minus 2 cos 2x. ഓക്കെ, ഇത് വലിയൊരു പ്രോബ്ലം ആണ്. ഇതൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം എടുക്കും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഓറൊക്കെ വരുവാണെങ്കിൽ ഓർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. മൈനസ് 4b കോസ് 2x മൈനസ് 4c സൈൻ 2x പ്ലസ് 8b
സൈൻ 2x മൈനസ് 8ca കോസ് 2x പ്ലസ് 4a പ്ലസ് 4ba കോസ് 2x പ്ലസ് 4ca സൈൻ 2x ഇസ് ഈക്വൽ ടു 2 മൈനസ് 2 കോസ് 2x എന്ന് വന്നു. ഓക്കെ, ഇത് വെട്ടിക്കളയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം വെട്ടിക്കളയാൻ പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഇതാക്കാം. ഇവിടെ നോക്കിയേ, മൈനസ് 4b കോസ് 2x പ്ലസ് 4b കോസ് 2x പോയി. ഓക്കെ, മൈനസ് 4c സൈൻ 2x പ്ലസ് 4c സൈൻ 2x പോയി. ഓക്കെ, ബാക്കി എന്തുണ്ട്? ബാക്കിയുള്ള ടൈം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ മൈനസ് ഒരു പ്ലസ് 8b ഉണ്ടല്ലേ, അപ്പോൾ 8b സൈൻ 2x മൈനസ് 8ca വേണ്ട ഇതാണ് ഉള്ളത്. വേണ്ടേ, ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന സാധനങ്ങൾ അത്രേ ഉള്ളൂ. 8ca കോസ് 2x പ്ലസ് 4a ഇസ് ഈക്വൽ ടു 2 മൈനസ് 2 കോസ് 2x എന്നാണ് വരുന്നത്. ഇനി കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടേംസ്. സൈൻ 2x കമ്പയർ ചെയ്യണം, കോസ് 2x കമ്പയർ ചെയ്യണം, കോൺസ്റ്റന്റിന്റെ കമ്പയർ ചെയ്യണം. സൈൻ 2x കമ്പയർ ചെയ്യുമ്പോൾ 8b ഈസ് ഈക്വൽ ടു എന്തെങ്കിലും ഉണ്ടോ അപ്പുറത്ത്? ഇല്ല. കോസ് 2x കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് 8c ഈസ് ഈക്വൽ ടു ഉണ്ട്, മൈനസ് 2 എന്ന് പറഞ്ഞ ടൈം ഉണ്ട്. കോൺസ്റ്റന്റ് കമ്പയർ ചെയ്യുമ്പോൾ 4a ഈസ് ഈക്വൽ ടു അടുത്ത് എന്തുണ്ട്? അപ്പുറത്തെ സൈഡിൽ ഒരു കോൺസ്റ്റന്റ് ടൈം 2 ഉണ്ട്. ഓക്കെ, ഇനി സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ 8b ഈസ് ഈക്വൽ ടു 0 നിന്നും b ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. മൈനസ് 8c ഈസ് ഈക്വൽ ടു മൈനസ് 2 നിന്നും c ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മൈനസ് 2 ബൈ മൈനസ് 8. അപ്പോൾ മൈനസ് മൈനസും പോയിട്ട് 2/8 എന്താണ്? 2/8. ഒരു സെക്കൻഡ്, കറക്റ്റ് ആണ്, 1/4. അടുത്ത എന്ത് കിട്ടുന്നു? a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2/4 1/2 എന്ന് കിട്ടുന്നു. അപ്പൊ a കിട്ടി, b കിട്ടി, c കിട്ടി. അപ്പോൾ നമ്മുടെ yp ഓഫ് എക്സ് എന്തായിരുന്നു നമ്മൾ എഴുതുന്നത്? yp എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് b കോസ് 2x പ്ലസ് c സൈൻ 2x എന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 1/2 പ്ലസ് b 0 ആയിപ്പോയി. c എന്താണ്? 1/4 സൈൻ 2x. അതായത് ypയുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ 1/2 പ്ലസ് 1/4 സൈൻ 2x എന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു yc പ്ലസ് yp. yc പ്ലസ് yp. yc എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? c1 പ്ലസ് c2x e റേസ്റ്റ് 2x എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്ലസ് അടുത്ത എന്താ? 1/2 പ്ലസ് 1/4 സൈൻ 2x എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് യൂസിംഗ് ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് 2y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഇസ് ഈക്വൽ ടു e റേസ് ടു x എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ കണ്ടിട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം. അപ്പോൾ m ക്യൂബ് പ്ലസ് 2m സ്ക്വയർ മൈനസ് m മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എമ്മിന്റെ വാല്യൂ കിട്ടുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. m ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 മൈനസ് 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, എം വാല്യൂ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്താണ്? നമുക്കപ്പോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്കപ്പോ പെട്ടെന്ന് തന്നെ കിട്ടി. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? ഇവിടെ 1 മൈനസ് 1 മൈനസ് 2 ആണ്. ഡിസ്റ്റിങ്ക്ട് ആൻഡ് റിയൽ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? c1 e റേസ് ടു x. ആദ്യം ആ 1 കൊടുത്തു. അപ്പൊ c1 e റേസ് ടു yc is equal to c1 e റേസ് ടു x പ്ലസ് c2 e റേസ് ടു മൈനസ് x പ്ലസ് c3 e റേസ് ടു മൈനസ് 2x എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ എഴുതാം. yc എഴുതിക്കോ. yc is equal to c1 e റേസ് ടു x പ്ലസ് c2 e റേസ് ടു മൈനസ് x പ്ലസ് c3 e റേസ് ടു മൈനസ് 2x എന്ന് എഴുതി. ഇനി yp കാണണം. ട്രയൽ സൊല്യൂഷൻ വേണ്ടായോ? ഇവിടെ e റേസ് ടു x അല്ലേ? അപ്പൊ e റേസ് ടു എക്സിന്റെ ട്രയൽ സൊല്യൂഷൻ നമുക്കറിയാമല്ലോ. എന്താ ട്രയൽ സൊല്യൂഷൻ?
ട്രയൽ സൊല്യൂഷൻ നോക്കുമ്പോൾ ഇ റേസ് ടു എക്സിന്റെ ട്രയൽ ഇ റേസ് ടു എക്സ് കെ ഇ റേസ് ടു എക്സിന് എന്തായിരുന്നു വൈ പി ട്രയൽ സൊല്യൂഷൻ എ ഇ റേസ് ടു എക്സ് എന്നായിരുന്നു അല്ലെ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ട്രയൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ട്രയൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എ ഇ റേസ് ടു എക്സ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ എ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ നമ്മുടെ വൈ സിക്കകത്ത് എന്തെങ്കിലും ടേംസ് ഉണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ടേംസ് നമ്മുടെ ഈ വൈ സിക്കകത്ത് ഉണ്ടോ നോക്കിയേ. എ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫോമിൽ എന്തെങ്കിലും ടേം ഉണ്ടോ വൈ സിക്കകത്ത്? ഉണ്ട്, കണ്ടോ ഈ സി വണ്ണിന് പകരം നമ്മുടെ വൈ പിക്കകത്ത് എ വന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് സെയിം സാധനം ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള ടേം ഉണ്ട്, സെയിം ടേം ഉണ്ട്. അപ്പൊ നമ്മൾ വൈ പി എന്ന് പറഞ്ഞ് ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സംഭവം നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഈ വൈ പിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. അതായത് ഈ വൈ പിനെ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? ഒരു എക്സും കൂടെ നമ്മൾ ഇതപ്പോ പറ്റത്തില്ല. അപ്പൊ അടുത്ത പുതിയ വൈ പി ആയിട്ട് നമ്മൾ എഴുതണം ഒരു എക്സ് കൂടെ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എ ഇ റേസ് ടു എക്സ് ചെയ്യുന്നത്, അതായത് എ എക്സ് ഇ റേസ് ടു എക്സ് എന്നാണ് നമ്മുടെ പുതിയ വൈ പി ആയിട്ട് വരുന്നത്. അപ്പൊ സപ്പോസ് ഇപ്പോ ഈ പിന്നെ നമ്മൾ നോക്കുവാണ് ഇത് നമ്മുടെ ഈ വൈ സിക്കകത്തുണ്ടോ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ടേം നമ്മുടെ ഈ വൈ സിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് വന്നേനെ. ഇവിടെ നമുക്ക് എന്താണ് എ ഇ റേസ് ടു എക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതായത് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആ വൈ പി നമ്മളിപ്പോ എഴുതിയിട്ടുള്ള വൈ പിന്റെ അകത്തേക്ക് ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പുതിയ വൈ പി കിട്ടി. എന്താ കിട്ടിയത്? എ എക്സ് ഇ റേസ് ടു എക്സ്. ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇതുവരെയുള്ള പ്രോബ്ലത്തിനകത്ത് അങ്ങനെ കോമൺ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുവരെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ആണെങ്കിലും അതിനകത്തൊന്നും കോമൺ ആയിട്ടുള്ള വൈ സിക്കകത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ളത് വന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിനകത്ത് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് എന്തായിരുന്നു? നമ്മൾ കോസ് ടു എക്സ് സൈൻ ടു എക്സ് അല്ലായിരുന്നോ? പക്ഷെ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരുന്നു കിട്ടിയിരുന്നത്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടായിരുന്നു കിട്ടിയത്, അല്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഇ റേസ് ടു സംതിങ് വരുന്ന കേസിലാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്താണ് ഈ നമ്മൾ എടുക്കുന്ന ട്രയൽ സൊല്യൂഷനിലെ സെയിം ടൈം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മറ്റേതിനകത്ത് വരുന്നത്. അപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ ഇപ്പൊ ഇതാണ്. ഇപ്പൊ ഞാൻ ഇതൊന്ന് ബോക്സ് ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മൾ ഇതിനെയാണ് വൈ ഡബിൾ ഡാഷും വൈ ഡാഷും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് അല്ല പ്ലസ് 2y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഈ വൈ പിനെ ഞാൻ y ഈസ് ഈക്വൽ ടു എ എക്സ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതുന്നു. എന്നിട്ട് വൈ ഡാഷ് എടുക്കുന്നു. വൈ ഡാഷ് എടുക്കുക എന്ന് പറയുമ്പോൾ എ കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ എ നമ്മൾ വെളിയിലിട്ടു. എക്സ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടൈം എക്സ് ഇ റേസ് ടു എക്സിന്റെ സെക്കൻഡ് ടൈമിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ടൈം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫസ്റ്റ് ടൈം എന്താ? എക്സ് അല്ലേ. അപ്പൊ അതിന്റെ ഇൻറ്റു വൺ ഇറ്റ് ഇസ് ഇക്വൽ എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്നാണ് കിട്ടുന്നത്. വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് അപ്പൊ എന്ത് കിട്ടുന്നത്? കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇ റേസ് ടു എക്സ് ആണ് ഫസ്റ്റ് ടൈം. അപ്പൊ ആ എക്സ് ഇ റേസ് ടു എക്സിനെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് കിട്ടുന്നത്? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് രണ്ടാമത്തെ ടൈം ഇ റേസ് ടു എക്സ് ഇല്ലേ വൈ ഡാഷിനകത്ത്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ്. ക്ലിയർ? ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാം. എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് എന്താണ് വരുന്നത്? 2 ഇ റേസ് ടു എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ ഡബിൾ ഡാഷ് നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ്. നമുക്ക് ഇത് മാത്രം പോരായോ? അല്ല, നമ്മുടെ എന്താ വൈ ട്രിപ്പിൾ ഡാഷ് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ അറിയാം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ആണ് പ്ലസ് ഇനി 2 ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 3 ഇ റേസ് ടു എക്സ് എന്ന് കിട്ടുന്നു. വൈ ട്രിപ്പിൾ ഡാഷ്. എല്ലാ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആ ക്വസ്റ്റ്യനകത്തോട് കൊടുക്കും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ഇവിടെ താഴെ ഒന്നുകൂടെ എഴുതുവാണേ മുകളിലോട്ട് പോകാനായിട്ട്. വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് 2y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. ഇതിനകത്ത് കൊടുക്കാൻ പോവാണ്. വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? എ ഇൻറ്റു എക്സ്. ഒരു സെക്കൻഡ്.
പറഞ്ഞു എ ഇൻറ്റു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 3 e raised to x plus 2 into y double dash of 2a into x e raised to x plus 2 e raised to x minus y dash of y dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a into x e raised to x plus e raised to x minus 2 into y of a x e raised to x is equal to e raised to x. ഓക്കെ, ഇത് ഒത്തിരി ടൈം ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കാൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. എ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 3a ഇ റേസ് ടു എക്സ് പ്ലസ് 2a എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 4a ഇ റേസ് ടു എക്സ് മൈനസ് എ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് എ ഇ റേസ് ടു എക്സ് മൈനസ് 2a എക്സ് ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. വെട്ടാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതുകൊണ്ട് നോക്കി എ എക്സ് ഇ റേസ് ടു എക്സും മൈനസ് എ എക്സ് ഇ റേസ് ടു എക്സും കൂടെ പോകത്തില്ലേ? വേറെ എന്തുണ്ട്? വേറെ നേടെ നോക്കിയ 2a എക്സ് ഇ റേസ് ടു എക്സും മൈനസ് 2a എക്സ് ഇ റേസ് ടു എക്സും പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നോക്കി വേണ്ടോ? ഒരു 3a ഇ റേസ് ടു എക്സും 4a ഇ റേസ് ടു എക്സും ഉണ്ട്, മൈനസ് എ ഇ റേസ് ടു എക്സും ഉണ്ട്. അതിന്റെ കോഷ്യന്റ് എടുത്ത് എഴുതിയാൽ 3a പ്ലസ് 4a മൈനസ് എ ഇ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഓക്കെ, അതായത് 6a ഇ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. കോഷ്യന്റ് ഡിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടുന്നു? 6a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 1/6 എന്ന് കിട്ടുന്നു. എ ഈസ് ഈക്വൽ 1/6 കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ വൈ പി എന്താണ്? വൈ പി എന്തായിരുന്നു? എ എക്സ് ഇ റേസ് ടു എക്സ് എന്നല്ലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ വൈ പി ഈസ് ഈക്വൽ ടു 1/6x e raised to x. Okay, വൈ പി ഈസ് ഈക്വൽ ടു 1/6 e raised to x ആയി മാറി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി അല്ലായിരുന്നു. ഇസ് ഈക്വൽ ടു C1 e raised to x, C2 e raised to minus x, C3 e raised to minus 2x plus 1/6x e raised to x. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മളിപ്പോ ഈ പ്രോബ്ലം ചെയ്തില്ലേ? ഈ പ്രോബ്ലം ചെയ്തത് മോഡിഫൈ ചെയ്തിട്ട്, അതായത് ആ റൂളിനെ പറയുന്ന പേര് മോഡിഫിക്കേഷൻ റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോഡിഫിക്കേഷൻ റൂൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. മോഡിഫിക്കേഷൻ റൂൾ വരുന്ന ക്വസ്റ്റ്യൻ. Solve y double dash minus 2y dash minus 3y is equal to 2 e raised to 3x using method of undetermined coefficient. Solution. Auxiliary equation എഴുതുന്നു. m square minus 2m minus 3 is equal to 0. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത് 3യും -1 ആണ് കിട്ടുന്നത്. അപ്പോൾ വൈ സി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു? C1 e raised to 3x plus C2 e raised to minus x എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനായിട്ട് എന്താ പി എ കാണുന്നത്? വൈ പി ട്രയൽ സൊല്യൂഷൻ എടുക്കണം. ട്രയൽ സൊല്യൂഷൻ വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ട്രയൽ സൊല്യൂഷൻ? എ അല്ല, കെ ഇ റേസ് ടു എക്സ്. നമ്മൾ ജനറലി വൈ പി എന്ത് കിട്ടുന്നു? അപ്പോൾ എ ഇ റേസ് ടു എക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെടുക്കാം? ഇവിടെ നോക്കുമ്പോൾ നമ്മള് നമ്മുടെ ക്വസ്റ്റിനകത്ത് കിടക്കുന്നത് ഇ റേസ് ടു 3x എന്നാണ്. ഇ റേസ് ടു 3x. അപ്പൊ എന്ത് കിട്ടുന്നു? എ ഇ റേസ് ടു 3x എന്നാണ് വരുന്നത്. എ ഇ റേസ് ടു 3x. ഈ എ ഇ റേസ് ടു 3x എന്ന് പറയുന്ന ഫോമിലുള്ള എന്തെങ്കിലും ടൈം നമ്മുടെ വൈ സിക്കകത്തുണ്ടോ നോക്കി. അതുകൊണ്ട് കിടക്കുന്നു. ആദ്യം തന്നെ കിടക്കുന്നത് ഇ റേസ് ടു 3x കിടക്കുന്നില്ലേ? അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതല്ല നമ്മുടെ ട്രയൽ സൊല്യൂഷൻ.
അപ്പൊ അത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ വൈ പി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ഇ റേസ് ടു 3x എന്ന് എഴുതുന്നു. അതായത് എ ഇൻറ്റു എക്സ് ഇ റേസ് ടു 3x എന്നായി മാറും. എക്സ് ഇ റേസ് ടു 3x നമ്മുടെ വൈസിക്കകത്തുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. നമ്മൾ മനസ്സിലാക്കി. ഇതിനെ നമ്മൾ y ഇസ് ഈക്വൽ എന്ന് പറഞ്ഞിരുന്നു എ എക്സ് ഇ റേസ് ടു 3x. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഇസ് ഈക്വൽ ടു 2 ഇ റേസ് ടു 3x ആണ്. ഇനി y ഡാഷ് കാണുന്ന y ഡാഷ് എന്താ? അപ്പോൾ a ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3a പ്ലസ് ഇ റേസ് ടു 3x. അതായത് a ഇൻറ്റു 3x ഇ റേസ് ടു 3x പ്ലസ് ഇ റേസ് ടു 3x എന്നാണ് വരുന്നത് y ഡാഷ്. y ഡബിൾ ഡാഷ് വേണ്ടായോ? y ഡബിൾ ഡാഷ് വരുമ്പോൾ എന്ത് കിട്ടുന്നു? a കോൺസ്റ്റന്റ് ആണ്. 3 ഇൻറ്റു 3x എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം ആയിട്ട് എടുത്തു. 3x ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3a പ്ലസ് ഫസ്റ്റ് ടൈമിലെ തന്നെ പ്രോഡക്റ്റ് റൂൾ ചെയ്യണേ. ഇ റേസ് ടു 3x ഇൻറ്റു 3 പ്ലസ് അടുത്തത് ഇ റേസ് ടു 3xന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു 3x ഇൻറ്റു 3 ഫിസിക്കൽ എന്ത് കിട്ടുന്നു? a ഇൻറ്റു 9x ഇ റേസ് ടു 3x പ്ലസ് 3 ഇ റേസ് ടു 3x പ്ലസ് 3 ഇ റേസ് ടു 3x വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു 9x ഇ റേസ് ടു 3x പ്ലസ് ഇത് കണ്ടോ 3 ഇ റേസ് ടു 3x 3 ഇ റേസ് ടു 3x എന്തായി മാറുന്നു? 6 ഇ റേസ് ടു 3x ആയി മാറും. 6 ഇ റേസ് ടു 3x ആയി മാറും. ഓക്കെ, അപ്പോൾ y ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സംഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ നമ്മുടെ ക്വസ്റ്റിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ 1 ഇംപ്ലൈസ് y ഡബിൾ ഡാഷിന്റെ അവിടെ എന്ത് വരും? a ഇൻറ്റു 9x ഇ റേസ് ടു 3x പ്ലസ് 6 ഇ റേസ് ടു 3x മൈനസ് 2 ഇൻറ്റു y ഡാഷ് എന്താണ്? 2a അല്ലേ? 2a 3x ഇ റേസ് ടു 3x പ്ലസ് ഇ റേസ് ടു 3x അത് കഴിഞ്ഞു മൈനസ് 3 ഇൻറ്റു y എന്താണ്? y a എക്സ് ഇ റേസ് ടു 3x ആണ് ഈസ് ഈക്വൽ ടു 2 ഇ റേസ് ടു 3x എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 9x ഇ റേസ് ടു 3x പ്ലസ് 6a ഇ റേസ് ടു 3x മൈനസ് 2a ഇൻറ്റു 3 6a എക്സ് ഇ റേസ് ടു 3x മൈനസ് 2a ഇ റേസ് ടു 3x മൈനസ് 3a എക്സ് ഇ റേസ് ടു 3x ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3x. ഞാൻ സ്പീഡിലാണ് എഴുതുന്നത്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, കറക്റ്റ് ആണോ ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാവോ? നമ്മളിവിടെ വെട്ടിക്കളയാൻ വല്ലതും ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. വെയിറ്റ് ചെയ്തേ. ഇവിടെ നമുക്ക് ഈ എക്സ് ഇ റേസ് ടു 3x വരുന്ന എത്ര ടൈം ഉണ്ടെന്ന് നോക്കി. ഒരു 9a എക്സ് ഇ റേസ് ടു 3x ഉണ്ട്. ഇതൊരു 6a എക്സ് ഇ റേസ് ടു 3x ഉണ്ട്. ഇവിടെ ഒരു മൈനസ് 3a 6 എക്സ് ഇ റേസ് ടു 3x ഉണ്ട്. അതായത് ഈ 9a മൈനസ് അതായത് ഈ എക്സ് ഇ റേസ് ടു 3x വരുന്ന ടൈം ഒന്ന് എടുത്തിട്ട് 9a മൈനസ് 6a മൈനസ് 3a എക്സ് ഇ റേസ് ടു 3x പ്ലസ് ഇ റേസ് ടു എക്സ് വരുന്നതോ 6a ഒരു ടൈമേ ഉള്ളൂ ഇൻറ്റു ഇ റേസ് ടു 3x അല്ലല്ലോ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത്. ഇവിടെ ഒരു 2a മൈനസ് 2a ഉണ്ട് അല്ലേ? മൈനസ് 2a. അപ്പോൾ 6a മൈനസ് 2a ഇ റേസ് ടു 3x 2 ഇ റേസ് ടു 3x. അപ്പോൾ ഇതെന്ത് കിട്ടുന്നു? സോൾവ് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകത്തില്ലേ? വെട്ടിപ്പോയി ഇത് 0 ആയിപ്പോയി. അടുത്ത എന്താ? 6a മൈനസ് 2a എന്താണ്? 4a ഇ റേസ് ടു 3x ഇസ് ഈക്വൽ ടു
2 e raised to 3x വെട്ടിപ്പോയിട്ട് 4a is equal to 2 എന്ന് കിട്ടുന്നത്, which implies a is equal to 2/4 which is equal to 1/2 എന്ന് കിട്ടും. a is equal to 1/2 കിട്ടി. അപ്പോൾ yp എന്തായിരുന്നു? yp ax e raised to 3x എന്നല്ലായിരുന്നു, ഇതല്ലായിരുന്നോ? ആയിരുന്നു. അപ്പോൾ നമ്മുടെ yp അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സിൻ്റെ എയിൻ്റെ അവിടെ 1/2 ഉണ്ട്, അപ്പോൾ 1/2 x e raised to 3x, അതായത് x/2 e raised to 3x എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ അപ്പോൾ yc പ്ലസ് yp എന്ത് കിട്ടുന്നു? y is equal to yc പ്ലസ് yp. yc എന്തായിരുന്നു? c1 e raised to 3x പ്ലസ് c2 e raised to -x പ്ലസ് അടുത്ത എന്താ? yp എന്താ? x/2 e raised to 3x. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഇനി ഇതിന്റെ വലിയ പ്രോബ്ലംസ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു cos 2x. ഓക്കെ, അപ്പൊ സോൾവ് ഇവിടെ എഴുതിക്കോ. യൂസിങ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് സൊല്യൂഷൻ. അപ്പൊ ഇത് നമ്മൾ എന്താണ്? ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഓക്സിലറി ഇക്വേഷൻ എഴുതിട്ട് yc കാണണം അല്ലേ? അപ്പൊ m² പ്ലസ് 4 is equal to 0. അപ്പൊ എന്ത് കിട്ടുന്നു? m² is equal to -4, m is equal to +or-2i. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? yc is equal to, ഒന്ന് വെയിറ്റ് ചെയ്യുക, yc is equal to c1 cos 2x പ്ലസ് c2 sin 2x. ഓക്കെ, കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ എടുക്കാം. ട്രയൽ സൊല്യൂഷൻ വേണം. ഇവിടെ എന്താണ്? ഇവിടെ r of x എന്താ? cos 2x കിടക്കുന്നത്, cos 2x. അപ്പോൾ k cos ax ന്റെ ട്രയൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? cos bx, k cos bx. അപ്പോൾ a cos bx പ്ലസ് ക്യാപിറ്റൽ B sin bx. ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ yp ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് എന്താണ്? cos 2x എന്ന് കിടക്കുന്നത്, അതായത് സ്മോൾ ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ കൊടുക്കാം. ട്രയൽ സൊല്യൂഷൻ നോക്കി, yp is equal to എന്താ വരുന്നത്? a cos 2x പ്ലസ് ക്യാപിറ്റൽ B sin 2x എന്നാണ് എടുക്കുന്നത് അല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ ഈ yp തന്നെ അല്ലേ നമുക്ക് ഇവിടെ ycക്കകത്ത് കിട്ടിയേക്കുന്നത്. c1 പകരം a എന്നുണ്ടെന്നല്ലേ ഉള്ളൂ. ടേംസ് ഒക്കെ കറക്റ്റ് അല്ലേ? cos 2x sin 2x അല്ലേ? അപ്പൊ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. cf തന്നെ കോമൺ ടേം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ന്യൂ ട്രയൽ സൊല്യൂഷൻ എഴുതാം. ന്യൂ ട്രയൽ സൊല്യൂഷൻ എന്താ? ഈ ypക്കകത്തോട്ട് ഒരു x മൾട്ടിപ്ലൈ ചെയ്യുന്നു. yp is equal to x into a cos 2x പ്ലസ് b sin 2x. ഓക്കെ, അപ്പൊ നമ്മുടെ yp എന്തായി മാറുന്നു? yp a x cos 2x പ്ലസ് bx sin 2x ആയി മാറും. ഇതാണ് നമ്മുടെ yp. ഓക്കെ ആയിട്ടുണ്ട്. കോമൺ ടേംസ് ഒന്നും ഇല്ല. x cos 2x എന്ന, x sin 2x എന്ന. നമ്മുടെ ycക്കകത്ത് കോമൺ ആയിട്ട് ടേം ഇല്ല. അവിടെ cos 2x sin 2x ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ? y ഡാഷ് വേണം, y ഡബിൾ ഡാഷ് വേണം. ഇതിന്റെ y ഡാഷ് എടുത്തേ a ഇൻറ്റു x cos 2x അല്ലേ? അപ്പൊ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ. x ഇൻറ്റു cos 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin 2x ഇൻറ്റു 2 പ്ലസ് അടുത്തതോ cos 2x ഇൻറ്റു 1. അത് കഴിഞ്ഞ് പ്ലസ് b ഇൻറ്റു x ഇൻറ്റു sin 2x എന്താണ്? cos 2x ഇൻറ്റു 2 പ്ലസ് sin 2x. അറേഞ്ച് ചെയ്യുമ്പോൾ a ഇൻറ്റു മൈനസ് 2x sin 2x പ്ലസ് cos 2x പ്ലസ് b ഇൻറ്റു 2x cos 2x പ്ലസ് sin 2x എന്ന് കിട്ടും. ഇതാണ് y ഡാഷ്. ഇനി അടുത്ത എന്താണ്? y ഡബിൾ ഡാഷ് വേണ്ടായോ? y ഡബിൾ ഡാഷ് കാണുന്നത് എങ്ങനെ? a ഇൻറ്റു ഇവിടെ പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെ മൈനസ് 2x എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടും sin 2x എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം ആയിട്ടും എടുക്കാം. അപ്പൊ ഫസ്റ്റ് ടൈമിൽ തന്നെ പ്രോഡക്റ്റ് റൂൾ വേണം. അപ്പൊ മൈനസ് 2x ഇൻറ്റു sin 2x എന്താണ്?
cos 2x ഇൻറ്റു 2 പ്ലസ് അടുത്തത് സൈൻ 2x ഇൻറ്റു മൈനസ് 2x ഡെറിവേറ്റീവ് എന്താണ് -2. അപ്പോൾ ഇപ്പൊ ചെയ്തേക്കുന്ന ഏത് ടേമിന്റെ ഡെറിവേറ്റീവാ? ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് മാത്രമാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ടേം ഏതാണ്? cos 2x, അതാണ് അടുത്തായിട്ട് എഴുതാം. പ്ലസ് ഇട്ടിട്ട് cos 2x ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2x ഇൻറ്റു 2. കംപ്ലീറ്റ് ആയി. പ്ലസ് ഇട്ടു, ബി ഇൻറ്റു ഇതും അതേപോലെ തന്നെ 2x ഇൻറ്റു മൈനസ് സൈന് 2x ഇൻറ്റു 2 പ്ലസ് cos 2x ഇൻറ്റു 2 പ്ലസ് സൈൻ 2x എന്ത് കിട്ടുന്നു? cos 2x ഇൻറ്റു 2 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കി സോൾവ് ചെയ്യണം അല്ലേ. y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു അപ്പൊ എന്ത് കിട്ടുന്നു? -4x cos 2x പ്ലസ് പ്ലസ് അല്ലല്ലോ, മൈനസ് പിന്നെയും വരും അല്ലേ, മൈനസ് 2 സൈൻ 2x -2 സൈൻ 2x പ്ലസ് ബി ഇൻറ്റു 4x -4x സൈൻ 2x പ്ലസ് 2 cos 2x പ്ലസ് 2 cos 2x. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൊടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു cos 2x എന്നായിരുന്നു. ഇതിനകത്തോട്ട് കൊടുക്കാം. അപ്പൊ y ഡബിൾ ഡാഷിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? a ഇൻറ്റു -4x cos 2x മൈനസ് 2 ഇൻറ്റു സൈൻ 2x മൈനസ് 2 സൈൻ 2x പ്ലസ് b ഇൻറ്റു -4x സൈൻ 2x പ്ലസ് 2 cos 2x പ്ലസ് 2 cos 2x പ്ലസ് 4 ഇൻറ്റു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ax cos 2x പ്ലസ് bx സൈൻ 2x ഈസ് ഈക്വൽ ടു cos 2x. ഓക്കെ, ഇനിയാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുവാണേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണോ? ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി. ഇതൊക്കെ ഒത്തിരി ടൈംസ് ഉള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരരുത്. വെട്ടാനുള്ള സാധനങ്ങളാ, വെട്ടാനുള്ളതൊക്കെ ഉണ്ട്. അതായത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് വേണ്ട. ഈ ഇതും വെട്ടാൻ പറ്റൂലേ, മൈനസും ഉണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്ക് ഏത് വെട്ടാം? ബിയുടെ എന്ത് ചെയ്യും? വേറെ വെട്ടാനോ ചെയ്ത് നോക്കിയാലേ അറിയാം. ഇത് വെട്ടാം ഇല്ലേ? വേണ്ട, bx സൈൻ 2x ഇവിടുത്തെ കണ്ടോ, ഈ -2 സൈൻ 2x ഈ -2 സൈൻ 2x എന്താകും? -4 സൈൻ 2x ആവും അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പേ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ a ഇൻറ്റു -4x cos 2x -4 സൈൻ 2x പ്ലസ് b ഇവിടെ എന്ത് കിട്ടുന്നു? -4 സൈൻ 2x പ്ലസ് 4 cos 2x, അതായത് 2 cos 2x 2 cos 2x 4 cos 2x ആയി, പ്ലസ് താഴെ എഴുതാം സ്ഥലം കിട്ടാം, പ്ലസ് 4 ax cos 2x പ്ലസ് 4 bx സൈൻ 2x ഇസ് ഈക്വൽ ടു cos 2x. ഇനി ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കി. ആദ്യത്തെ രണ്ട് ബ്രാക്കറ്റ്, ലാസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കിയായിരുന്നേ. അപ്പൊ -4a x cos 2x
മൈനസ് 4a സൈൻ 2x പ്ലസ് പ്ലസ് ഇല്ല മൈനസ് ആണ് പിന്നെ വരുന്നത് മൈനസ് 4b സൈൻ 2x പ്ലസ് 4b കോസ് 2x പ്ലസ് 4ax കോസ് 2x പ്ലസ് 4bx സൈൻ 2x is equal to കോസ് 2x. ഇതിന്റെ എന്താ ഈ ടേമിന്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്, പ്ലസ് ഇട്ടിട്ട് എഴുതിയേക്കുന്നത്. ഇതിന്റെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എഴുതിയേക്കുന്ന ചെറുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ എഴുതിയതാണേ. അപ്പൊ വെട്ടിക്കളയാനുള്ള വെട്ടിക്കള, ഇതും പോയി ഇതും പോയി. ഒരു സെക്കൻഡേ, ഇവിടെ നമുക്ക് ഇവിടെ സൈൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. മൈനസ് 4x സൈൻ 2x ആയിരുന്നു അല്ലേ, മൈനസ് 4x ഞാൻ ഇവിടെ 4 ഇട്ടില്ലായിരുന്നു, മൈനസ് 4x സൈൻ 2x. അപ്പൊ ഇവിടെ മൈനസ് 4bx സൈൻ 2x വരുവേ, ഇവിടെ മൈനസ് 4bx വരുവേ. അപ്പൊ അതും വെട്ടിപ്പോയി, ഇതുണ്ട്. ബാക്കി എന്തുണ്ട്, മൈനസ് 4a സൈൻ 2x പ്ലസ് 4b കോസ് 2x is equal to cos 2x. ഓക്കെ, ഇനി കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് like terms. സൈൻ 2x-ന്റേതും കോസ് 2x-ന്റേതും ഒക്കെ കമ്പയർ ചെയ്യുക. സൈൻ 2x-ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുന്നു, കോസ് 2x-ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ. സൈൻ 2x-ന് എന്ത് വരുന്നു, മൈനസ് 4a ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, 0. a ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. കോസ് 2x-ന്റെ എന്ത് കിട്ടുന്നു, 4b ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു, b ഇസ് ഈക്വൽ 1/4 എന്ന് കിട്ടുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയാ പോലെ. yp ഇസ് ഈക്വൽ എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്, yp ഞാൻ ഒന്നുകൂടെ എഴുതുവാണേ, ax cos 2x പ്ലസ് bx സൈൻ 2x എന്ന് എഴുതിയ. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ yp എന്തായി മാറുന്നു, a 0 അല്ലേ, അപ്പൊ ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി, 1/4x സൈൻ 2x എന്നാണ് കിട്ടുന്നത് ആൻസർ. ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ y is equal to yc പ്ലസ് yp എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു, yc എന്താണ്, yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1 cos 2x പ്ലസ് c2 sin 2x ആയിരുന്നേ, c1 cos 2x പ്ലസ് c2 sin 2x പ്ലസ് yp 1/4x sin 2x. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ്. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ, അതായത് e⁻x പ്ലസ് 2, അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും രണ്ട് ടേംസ്, അതായത് എന്താണ് x² പ്ലസ് കോസ് എക്സ് അല്ലെങ്കിൽ x² പ്ലസ് 2x പ്ലസ് 4, അങ്ങനെയൊക്കെ r(x) തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്നതെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കുക. പക്ഷെ നമുക്ക് എക്സാമിന് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ സംഭവങ്ങളെല്ലാം കിട്ടണം, അല്ലാതെ നമ്മൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. ഇതിനകത്ത് ഇനിയിപ്പോ വരുന്നതിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇനി എളുപ്പം ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഷീസ് ഓയിലർ ഇക്വേഷന്റെ ഒരു സംഭവമുണ്ട്, അത് എപ്പോഴും പാർട്ട് ബിയിൽ ചോദിക്കുന്നത്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉണ്ട്, അത് എപ്പോഴും പാർട്ട് ബിയിൽ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ നമ്മുടെ ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണുന്ന മറ്റൊരു മെത്തേഡാണ്. അതായത് എല്ലാ പർട്ടിക്കുലർ നമ്മളിപ്പോ ഈ പഠിച്ചിട്ടുള്ള, അതായത് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, സൈന് കോസ് r(x) എന്ന് പറയുന്നത് e⁻x വരുന്നത്, അല്ലെങ്കിൽ എക്സ് വരുന്നത്, x² വരുന്നത്, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ sec(x) അല്ലെങ്കിൽ tan(x) r(x) sec(x) tan(x) cosec(x) അല്ലെങ്കിൽ e⁻x ഡിവൈഡഡ് ബൈ x², അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാൻ പറ്റത്തില്ല. അതിനാണ് നമ്മുടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ്.
ആ മെത്തേഡ് വളരെ എളുപ്പമാണ് കേട്ടോ. അതിനകത്ത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്ത് പോയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന സംഭവം, അതായത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. പിന്നീടുള്ള ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്ററിലേക്ക് വരും. അത് വളരെ എളുപ്പമാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.